നമുക്കിന്നൊരു മീൻകറി തയ്യാറാക്കിയാലോ. അത് ആലപ്പി സ്റ്റൈലിലൊരു മീൻകറിയാണ്. അതിനാദ്യം നമ്മൾ അരപ്പ് തയ്യാറാക്കുക കേട്ടോ. അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് തേങ്ങ വേണം. തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. മുളക് പൊടി എരിവിനനുസരിച്ച് ഞാൻ 2 മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റെഡ് കൂടിയ ഓറഞ്ചാണ്. എൻ്റെ സൗണ്ട് ശരിയില്ല കേട്ടോ. ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, പനിയായിരുന്നു. അപ്പം ആരും മറന്നിട്ടില്ലല്ലോ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ഇവിടെ ആവശ്യത്തിന് ചുമന്നുള്ളി ചേർക്കുക കേട്ടോ. ചുമന്നുള്ളി ചെറിയുള്ളിയാണ്, അത് ചതച്ചൊന്ന് ചേർത്തിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പ് ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻകറി. എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മീൻകറി. എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ, മറക്കല്ലേ ആരും. നന്നായിട്ട് നമുക്ക് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അരപ്പ് നമ്മുടെ പച്ചമണം മാറുന്നിടം വരെ നമ്മുടെ മീൻകറി നല്ല റെഡ് കളറാട്ടോ. അത് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ആ മീൻകറി കൂട്ടാനും അത്ര ടേസ്റ്റാട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. എരിവിനനുസരിച്ച് ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് നമ്മൾ മാങ്ങ ചേർക്കുന്നത്. ഞാൻ പുളി ചേർത്തിട്ടില്ല. ഇവിടെ കിട്ടിയ മാങ്ങ എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയുള്ളൊരു മാങ്ങയായിട്ടോ കിട്ടിയത്. മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ നമുക്കതിലോട്ട് നമ്മുടെ കുടംപുളി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ വാളംപുളി ആണെങ്കിൽ അത് ചേർക്കാം. ഞാൻ മത്തിയാട്ടോ ഇട്ട് ഇത് വെക്കുന്നത്, മത്തിക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കുക. ഇനിയൊന്ന് തിളച്ച് വന്നാൽ മതി. ഇത് എണ്ണ എല്ലാം തെളിഞ്ഞ് ഇതിലൂടെ നമുക്കിനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ഉലുവായും കടുകും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മുടെ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സൗണ്ട് ഭയങ്കര ഇതായിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത്. ഇത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അരപ്പും കൂടെ നമ്മളിന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട്. അരപ്പൊക്കെ കാണാൻ ചുമന്നിരിക്കും. നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കുക.